സന്നിധി തന്നിൽ. ഗുഡ് മോർണിംഗ്. ഏവർക്കും നല്ലൊരു പ്രഭാത വന്ദനം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നല്ല ഒരു ചിന്താ വിഷയമായിട്ട് നിൽപ്പാൻ തക്കോണം അടിയനെ ദൈവം സഹായിച്ചിരിക്കുന്നു. ആ ചിന്താ വിഷയം നിങ്ങളുമായി പങ്കുവെക്കാൻ അടിയൻ ആഗ്രഹിക്കുന്നു. ഏവരും ശ്രദ്ധയോടെ ആയിരിക്കാൻ തക്കോണം ഇന്നത്തെ പ്രഭാതം നമ്മെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്താ വിഷയം ദൈവ ക്രോധത്തിൻ്റെ കലശങ്ങൾ. ഇന്നത്തെ പ്രഭാതത്തിനായ വേദവാക്യം വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവ ഇങ്ങനെ നമ്മോട് പറയുന്നു: അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. വെളിപ്പാട് 15:7. നാം വെളിപ്പാട് പുസ്തകം പ്രഭാതത്തിൽ വായിക്കുമ്പോൾ അവിടെ വെളിപ്പാടുകാരനായ യോഹന്നാൻ ഒരു അടയാളം കാണുന്നുണ്ട്. വെളിപ്പാട് 15:1 മുതൽ നാം 8-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ആ 15-1 വാക്യത്തിൽ പറയുന്നു, വെളിപ്പാടുകാരൻ യോഹന്നാൻ ഒരു അടയാളം അവിടെ കാണുകയാണ്. ആ അടയാളമാണ് ഈ കലശത്തെക്കുറിച്ച് പറയുന്ന കാര്യം. കലശം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് വിശുദ്ധ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായ കുടം എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇന്നത്തെ ഭാഗത്ത് നാം മനസ്സിലാക്കുന്നത് 7 ദൂതന്മാർക്ക് നൽകപ്പെട്ട 7 പൊൻകലശത്തെ കുറിച്ചാണ്. അവയിൽ 7 ബാധകൾ ആയ ദൈവക്രോധം ആ പൊൻകലശത്തിൽ നിറഞ്ഞിരിക്കുന്നു. വ്യക്തമായിട്ട് പഠിക്കുക. ഇന്നത്തെ ഭാഗത്ത് മനസ്സിലാക്കുന്നത് അത് 7 ദൂതന്മാർക്ക് നൽകപ്പെട്ട 7 പൊൻകലശത്തെക്കുറിച്ചാണ്. അവയിൽ 7 ബാധകളായ ദൈവക്രോധം നിറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വാക്യം നമ്മോട് എടുത്തു പറഞ്ഞത്. ഈ കലശങ്ങൾ വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷകളിലോ അനുബന്ധമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഒന്നാണ്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 6-ാമത്തെ വാക്യം, 25-ാം അധ്യായം 31-ാം വാക്യം, സംഖ്യാപുസ്തകം 7:13. ഇതൊക്കെയും നാം വായിക്കുമ്പോൾ ഈ പൊൻ കലശങ്ങളെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവ ഉടമ്പടികളോടും വഴിപാടുകളോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവം വാഗ്ദത്തങ്ങൾ പാലിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 19-ാമത്തെ വാക്യം പഠിക്കുന്ന കാര്യം പ്രതികാരം ആർക്കുള്ളതാ? യഹോവയ്ക്കുള്ളതാണ്. ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുന്നതായ ഞാൻ നിങ്ങളും നമ്മെ ഉപദ്രവിക്കുന്ന, നമ്മോട് എന്തെങ്കിലും മറുത്തു പറഞ്ഞായ ഒരു വ്യക്തികളെയും നാം എന്ത് ചെയ്യാൻ പാടില്ല? പ്രതികരിക്കുവാൻ തൊക്കണം പാടില്ല. വചനം എങ്ങനെ പറയുന്നു? പ്രതികാരം ആർക്കുള്ളതാ? പ്രതികാരം എൻ്റെ യഹോവയ്ക്കുള്ളതാകുന്നു. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിയിരിക്കട്ടെ, നാം അവരോട് പ്രതികരിക്കാൻ പോകാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ മനസ്സ് മാറാൻ പ്രാർത്ഥിക്കണം. അവരുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഇന്നത്തെ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളും ചെയ്യേണ്ട കാര്യം അതാണ്. റോമർ നാം വായിച്ചത വാക്യം റോമർക്ക് ലേഖനം 12-ാം അധ്യായം 19 ഇങ്ങനെ പറഞ്ഞു: പ്രതികാരം ആർക്കുള്ളതാ? പ്രതികാരം എൻ്റെ യഹോവയ്ക്കുള്ളതാകുന്നു. ദൈവം തൻ്റെ ജനത്തിന് പ്രതികാരം ചെയ്യും. ദൈവം 7 കലശം കൊണ്ട് അവിടെ പ്രതികാരം ചെയ്യുമെന്ന് ആ വാക്യം വായിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കാൻ തൊക്കണം സാധിക്കും. ഈ വേലയുടെ പൂർണ്ണത ഒരിക്കൽ കൂടി ഊന്നി പറയുന്നു. പൂർണ്ണ ശക്തി എന്നതിന് പുറമേ പാത്രങ്ങളും എല്ലാം പൂർണ്ണമാണ് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കൂടാതെ ഇവിടെ ദൈവത്തെ എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ എന്നുകൂടി ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങളോട് പറയാൻ തൊക്കണം ആഗ്രഹിക്കുന്നു എന്ന് പ്രത്യേകം വർണ്ണിച്ചിരിക്കുന്നതും ഉണ്ട്. നമുക്ക് നിത്യത വാഗ്ദത്തം ചെയ്തിരിക്കുന്നതോടൊപ്പമായിരിക്കുവാൻ നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ? ഇവിടെ യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളതെന്ന് ദാവീദ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ ലോകത്തിലെ നീതിയും ന്യായവും എല്ലാം പണത്തിന്, അധികാരത്തിന് മുന്നിൽ മുട്ടുമടക്കുകയാണ്. ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നാം കോടതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പണമുണ്ടെങ്കിൽ എന്തു ചെയ്യും? അദ്ദേഹം നല്ലൊരു വക്കീലിനെ വെച്ച് നിന്ന് വാദിച്ച് ആ കുറ്റത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ തൊക്കണം സാധിക്കും. എന്നാൽ ആ വ്യക്തി തൻ്റെ കുറ്റത്തിന് ഒരു നാൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആരുടെ സന്നിധിയിൽ? ദൈവത്തിൻ്റെ കോടതി മുന്നിൽ സത്യം ബോധിപ്പിക്കേണ്ടി വരും. എന്നാൽ സ്വർഗീയ
ന്യായാസനത്തിൻ്റെ അടിസ്ഥാനം തന്നെ നീതിയും ന്യായവും നിറഞ്ഞതാണ്. ദൈവത്തിൻ്റെ നീതിയെ കാണുന്നത് പരിമിതമായ നമ്മുടെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ പ്രയാസമാണെങ്കിൽ പോലും കാലാന്ത്യത്തിൽ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ കൽപ്പന അടിസ്ഥാനമാക്കിയുള്ള തൻ്റെ സമ്പൂർണ്ണ ന്യായവിധികൾ സമ്പൂർണ്ണമായി ദൈവം നടപ്പിലാക്കും. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞാനും നിങ്ങളും ഏതെങ്കിലും ഒരു തരത്തിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ മറ്റ് ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ പ്രതികരിക്കുവാൻ പോകരുത്. പ്രതികാരം നിങ്ങളുടെ ദൈവത്തിനുള്ളതാണ്. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. ഇന്നത്തെ പ്രഭാതം അതിനായി നമ്മെ ഒരുക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല കർത്താവേ, പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം. കർത്താവിൻ്റെ വചനം ഇങ്ങനെ ഞങ്ങളുടെ കർത്താവെ പറയുന്നു, പ്രതികാരം അങ്ങേക്കുള്ള ധർമ്മനാഥ. അടിയങ്ങൾ ദൈവത്തിൻ്റെ ഭാഗത്തായി തീരുമ്പോൾ ഞങ്ങൾക്ക് വരുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾ വിടിവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്നു. പ്രതികാരം അങ്ങേക്കുള്ളത് കർത്താവേ, ഞങ്ങൾക്കുള്ളത് കർത്താവേ. ആരോടും പ്രതികാരം ചെയ്യാതെ ഞങ്ങളോട് സംസാരിക്കുന്ന അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരോട് അങ്ങ് സംസാരിക്കണം, ഇടപെടണമെന്ന് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ അടിയങ്ങളെ യാചിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവായ ദൈവമേ, ആമേൻ.